പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഞായറാഴ്ച തിരുവനന്തപുരം പാറ്റൂർ സെൻറ്റ് ഇഗ്നാത്യൂസ് ദേവാലയത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന സമ്മേളനത്തിൽ ജ്ഞാനായ സമുദായ സെക്രട്ടറി എന്ന നിലയിൽ ആശംസാ പ്രസംഗം നടത്തുകയുണ്ടായി. എനിക്ക് മുമ്പേ അവിടെ പ്രസംഗിച്ച ചരിത്രകാരനും ഗവേഷകനുമായ ശ്രീ അലക്സാണ്ടർ ജേക്കബ് IPSൻ്റെ പ്രസംഗത്തിന് ശേഷമാണ് ഞാൻ ആശംസാ പ്രസംഗം നടത്തിയത്. ഞാൻ ആശംസാ പ്രസംഗം നടത്തിയപ്പോൾ ഓരോ കാര്യവും ജ്ഞാനായക്കാർ ആരാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രസംഗമാണ് ഞാൻ നടത്തിയത്. ഓരോ കാര്യം പറയുമ്പോഴും അലക്സാണ്ടർ സാറിനോട് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്നുള്ള രീതിയിൽ തല കുലുക്കി പ്രസംഗിക്കുന്നത് സമ്മതിച്ചുകൊണ്ടിരുന്നു. ആ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം വെളിയിൽ വന്നപ്പോൾ എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്ന് എന്നോട് പറഞ്ഞു, കറക്റ്റായിട്ടുള്ള കാര്യമാണ് സെക്രട്ടറി പറഞ്ഞതെന്നും. അത് പോകട്ടെ, എൻ്റെ ആ പ്രസംഗത്തിലെ ചില കാര്യങ്ങൾ മാത്രം മുറിച്ചു മാറ്റി ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ജ്ഞാനായക്കാരെ അന്ത്യോക്യയിൽ നിന്നും എഡേസായിൽ നിന്നും കൊടുങ്ങല്ലൂരെ വന്നിറങ്ങിയില്ല എന്നുള്ള രീതിയിലെ ചില ഫേക്ക് ഐഡിമാർ, സഹായപക്ഷത്തെ ചില ഫേക്ക് ഐഡിമാർ പ്രചരിപ്പിക്കുന്നത് കാണുവാനിടയായി. എന്നാൽ ഒരു പ്രസംഗത്തിൻ്റെ മുഴുവൻ രൂപവും കണ്ടിട്ട് വേണം അതിനകത്തെ കുറ്റങ്ങൾ പറയുവാൻ. ജ്ഞാനായക്കാരുടെ ചരിത്രമാണ് ഞാൻ അവിടെ പറയുന്നത്. അവരെ എവിടെ നിന്ന് വന്നു? AD 345 അന്ത്യോക്യയിൽ നിന്നും അതുപോലെ തന്നെ എഡേസായിൽ നിന്നും മലങ്കരയിൽ കുടിയേറി പാർത്തതാണെന്ന് പറഞ്ഞതിന് ശേഷം അതിനും മുമ്പ് ജ്ഞാനായക്കാർക്ക് ചരിത്രമുണ്ട്. AD 72 റോമാക്കാർ യെരുശലേം ദേവാലയം കത്തിച്ചപ്പോൾ അവിടെ നിന്നാണ് നമ്മളുടെ ചരിത്രം ആരംഭിക്കുന്നതെന്നും അവിടുന്ന് നമ്മൾ അന്ത്യോക്യയിലും എഡേസായിലും എത്തിയെന്നുമാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നു. കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് കുറെ ആൾക്കാരെ ഒക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ വിശ്വസിപ്പിക്കാൻ പറ്റും. പക്ഷെ ആ പ്രസംഗം മുഴുവൻ കേൾക്കണം. ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. അതിനു മുമ്പേ യെരുശലേം ദേവാലയത്തിന് മുമ്പിൽ തന്നെ അതിനു മുമ്പ് തന്നെ ചരിത്രമുണ്ടെന്ന് വീണ്ടും പറയുന്നു. നമ്മുടെ ചരിത്രം ജ്ഞാനായ നസ്രാണികള്, അവരുടെ ചരിത്രം അവിടെയൊന്നും അല്ല തുടങ്ങിയിരിക്കുന്നത്. ജ്ഞാനായക്കാരന്റെ ചരിത്രം അബ്രഹാമിന്റെ കാലം തൊട്ട് തുടങ്ങിയതാണ്. അബ്രഹാമിന്റെ പിതാവായിരുന്നുവല്ലോ തേരഹ് അബ്രഹാമിനെയും നാഹോരിനെയും ഹാരാനെയും ജനിപ്പിച്ചു. ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു. അബ്രഹാമും നാഹോരും ഭാര്യമാരെ എടുത്തു. അബ്രഹാമിന്റെ ഭാര്യയ്ക്ക് സാറ എന്നും നാഹോരിന്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ. ഇവൾ മിൽക്കായുടെയും ഇസ്കയുടെയും അപ്പനായ ഹാരാന്റെ മകൻ തന്നെ. സാറായി മച്ചിയായിരുന്നു. വാർദ്ധക്യത്തിൽ ഇസഹാക്ക് ജനിച്ചു. തേരഹിന്റെ മകനായ അബ്രഹാമിനെയും ഹാരോന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായ അബ്രഹാമിന്റെ ഭാര്യയായി മരുമകളായി സാറായെയും കൂട്ടി കൽദേരുടെ പട്ടണമായ ഊരിൽ നിന്നും കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്നു, അവിടെ പാർത്തു. തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീയൊരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ പറയുന്നതല്ല, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയാൽ ജ്ഞാനായക്കാരൻ്റെ ചരിത്രത്തിന് വേറെ യാതൊരു തെളിവുകളും വേണ്ട. ബൈബിളിൽ വിശ്വസിക്കുന്നവർ ജ്ഞാനായക്കാരൻ്റെ ചരിത്രത്തെ വളച്ചൊടിക്കുവാൻ ആർക്കും കഴിയുകയില്ല. നമുക്ക് നോഹയുടെ കാര്യം തൊട്ടുള്ള ഉൽപ്പത്തി പുസ്തകം തൊട്ട് ഇങ്ങോട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ ആ അബ്രഹാമിൻ്റെ പിന്തുടർച്ചക്കാരുടെ അവരെങ്ങനെയാണ് വന്നതെന്നും അവരെ സ്വവംശ വിവാഹനിഷ്ഠ കരുതിയിരുന്നുവെന്നും അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിന് വധുവിനെ എവിടെ നിന്ന് തിരഞ്ഞെടുത്തുവെന്നും കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അവിടെയാണ് ജ്ഞാനായക്കാരൻ്റെ എൻഡോഗമി തുടങ്ങുന്നത്. അതിന് എത്രയോ തെളിവുകളുണ്ട്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ
തീഷ്ണവാന്മാരായിരുന്നു. ജ്ഞാനായ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ജ്ഞാനായ എന്ന പദത്തിൻ്റെ അർത്ഥം, ഉത്ഭവത്തെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ നിരവധി ബൈബിൾ വിവർത്തനങ്ങൾക്കും പുരാതന ജൂത അരാമിയ പാരമ്പര്യങ്ങൾക്കും ഇടയിലുണ്ട്. ഒരു പ്രധാനപ്പെട്ട ബന്ധത്തെ വെളിപ്പെടുത്തുന്നു. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ ശീമോൻ ക്നാനായോ, അല്ലെങ്കിൽ ക്നാനായിക്ക് സീലോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, തീഷ്ണവാന്മാർ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ പറയുന്നു ശിമയോൻ ക്നാനായോ. അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 18-ൽ പറയുന്നു ശിമയോൻ ക്നാനായോ എന്ന് വിളിക്കുന്നു. ശിമയോനെ ശിമയോൻ ക്നാനായോ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 6:15 പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവൃത്തി 1:13 പറയുന്നുണ്ട്. ശിമയോനെ കുറിച്ച് പറയുമ്പോൾ തീഷ്ണവാനായ ശിമയോൻ, അതാണ് ജ്ഞാനായക്കാരെന്ന് പറഞ്ഞാൽ തീഷ്ണവാന്മാരായിരുന്നു. അതുപോലെ തന്നെ ജ്ഞാനായക്കാരെന്ന് പറഞ്ഞാൽ എരിവുള്ളവരായിരുന്നു. എരിവുകാരനായ ശിമോൻ എന്ന് പറയുന്നുണ്ട്. ബൈബിളിൽ തന്നെ ശിമയോൻ ക്നാനായോ എന്ന് നമ്മുടെ പുതിയ പശിത്വ ബൈബിൾ, കണിയാമ്പറമ്പിൽ അച്ഛൻ സുറിയാനിയിൽ നിന്നും വിവർത്തനം ചെയ്ത ബൈബിളിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറകോട്ട് ചിന്തിച്ചാൽ അബ്രഹാമിന്റെ വംശാവലിയിലെ യാക്കോബിന്റെ മക്കളായ 12 ഗോത്രപിതാക്കന്മാരിൽ ലേവി ഗോത്രത്തിന്റെ പിന്തുടർച്ചക്കാരായ ഏലിയാസാറിന്റെ മകൻ ഫിനഹാസിന്റെ തീക്ഷ്ണതയിൽ പ്രസന്നവാനായ ദൈവം നിത്യ പൗരോഹിത്യം അവന്റെ സന്തതി പരമ്പരയ്ക്ക് നൽകിയെന്ന് മോശയോടെ യഹോവയായ ദൈവം അരുളി ചെയ്തു. ആ ലേവി ഗോത്രത്തിലെ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ തീഷ്ണവാൻ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ ക്നാനായുടെ പിന്തുടർച്ചക്കാരായ യഹൂദ നസ്രാണികളാണ് ക്നാനായക്കാർ. BC 11 മുതൽ യഹൂദർ മശിഹായുടെ വരവിന് വേണ്ടി പ്രാർത്ഥിച്ചു. മശിഹായുടെ വരവിന് ശേഷം യഹൂദ ക്നാനായക്കാരനായ ശിമയോനെ അല്ലെ തീഷ്ണവാൻ യേശു ശിഷ്യനാക്കി. പിന്നീട് നസ്രാനായ യേശുവിനെ റോമാക്കാർ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞ് ക്രൂശിച്ചു. AD 66 യഹൂദ നസ്രാണികളുടെ ആദ്യത്തെ മഹാപുരോഹിതനായ യാക്കോബിനെ യേശുവിൻ്റെ സഹോദരൻ യഹൂദന്മാർ വധിച്ചു. അതിൻ്റെ ദൈവകോപമായി യേശു പറഞ്ഞതുപോലെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ AD 70 റോമൻ പട്ടാളം യെരുശലേം ദേവാലയം തീയിട്ട് നശിപ്പിച്ചു. അതിനുശേഷമാണ് യഹൂദന്മാർ യഹൂദ നസ്രാണികൾക്ക് മുടക്ക് കൽപ്പിച്ചു. യെരുശലേമിന്റെ കിഴക്കുള്ള എഡേസ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് യഹൂദ നസ്രാണികൾ പലായനം ചെയ്തു. ഈ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അവിടെ പറഞ്ഞത്. ജ്ഞാനായക്കാർക്ക് AD 345 എഡേസായിൽ നിന്നും അന്ത്യോഖ്യയിൽ നിന്നും വന്ന് കൊടുങ്ങല്ലൂർ കുടിയേറിയെന്നുള്ള സത്യം ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അത് ഞാൻ അവിടെ പറഞ്ഞല്ലോ. അതിനു മുമ്പ് ജ്ഞാനായക്കാർക്ക് ചരിത്രമുണ്ട്. ബൈബിൾ പഠിക്കുന്നവർക്കറിയാം. ആരുമായിട്ടും ഞാൻ തർക്കിക്കുവാൻ തയ്യാറാണ്. ഞാൻ ഇത് എന്നെ വളരെ മോശമാക്കുന്നതിന് വേണ്ടി കുറെ കള്ളപ്രചരണങ്ങൾ, എൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് ഞാൻ അന്ത്യോഖ്യയിൽ നിന്നും എഡേസായിൽ നിന്നും അല്ല കേരളത്തിലെ ജ്ഞാനായക്കാർ കുടിയേറി പാർത്തത് എന്ന് വരത്തക്ക രീതിയിലുള്ള പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ആഘോഷിച്ചുള്ളൂ. പക്ഷേ ജ്ഞാനായ സമുദായത്തിന്റെ ചരിത്രം അവിടെയല്ല തുടങ്ങുന്നത്. അവിടുന്നാണ് കുടിയേറി നമ്മൾ പാർത്തത്. AD 345 അന്ത്യോഖ്യയിൽ നിന്നും എഡേസയിൽ നിന്നും ഇവിടെ കുടിയേറി പാർത്തതിന് ചരിത്രമുണ്ട്. അതിനു മുമ്പ് ജ്ഞാനായക്കാർ ആരായിരുന്നു? യഹൂദ നസ്രാണികൾ ആരായിരുന്നു? അബ്രഹാമിന്റെ കാലം തൊട്ട് അതിന് ബൈബിൾ പരമായ ചരിത്രമുണ്ട്. ആരുമായിട്ടും ഏത് സംവാദത്തിനും ഏത് സമയത്തും ഞാനതിന് തയ്യാറാണ്. ആ ചരിത്രത്തെ ആര് നോക്കിയാലും ഇല്ലാതെയാക്കുവാൻ കഴിയില്ല. നിങ്ങൾ ചരിത്രത്തെ വളച്ചൊടിച്ച് അല്ലെങ്കിൽ അന്ത്യോഖ്യയിൽ നിന്ന് വന്നവരാണ്, അവിടെ മുതലേ ജ്ഞാനായക്കാർക്ക് ചരിത്രമുള്ളതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ്. അന്ത്യോഖ്യയിലാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് പേർ വിളിച്ചത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ, അന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന വിജാതികളെ പത്രോസ്ലീഹ 3000 പേരെയൊക്കെ ഒരു ദിവസം അവർ മാമോദീസ മുക്കി ക്രിസ്തുവിലേക്ക് ചേർത്തുകൊണ്ടിരുന്ന സമയത്ത് അതിൽപ്പെട്ടവരാണ് നമ്മളെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അല്ലേ നിങ്ങൾ അത് മാത്രം പറയുന്നത്? അതിന് മുൻപുള്ള ചരിത്രത്തെ കളഞ്ഞ് അതിനു മുമ്പ് ജ്ഞാനായക്കാരന് ചരിത്രമില്ലെന്ന് പറഞ്ഞാൽ ഈ ബൈബിൾ ആര് വിശ്വസിക്കും?
നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം. ആ ജനത്തിന് അബ്രഹാം മുതലുള്ള പാരമ്പര്യമുണ്ട്. നമ്മൾ ഒരു കാലത്ത് നശിച്ചു പോവുകയില്ല. ഈ ജനത്തെ, തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിനെ നശിപ്പിക്കാമെന്ന് ആരേലും കണക്ക് കൂട്ടിയാൽ അത് നിങ്ങളുടെ മനസ്സിലെ വെറും വ്യാമോഹം മാത്രമായിരിക്കും. എൻ്റെ പ്രസംഗത്തെ വളച്ചൊടിച്ച് ജ്ഞാനായ സമുദായ അംഗങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന നിങ്ങളോട് ദൈവം തമ്പുരാൻ ക്ഷമിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാം, ഞാൻ യഹൂദ നസ്രാണിയാണ്. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. യേശുവിൻ്റെ ശിഷ്യനായ ശിമയോൻ ക്നാനായുടെ പിൻതലമുറക്കാരാണ് ഞങ്ങളെന്ന് അഭിമാനപൂർവ്വം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലേവി ഗോത്രത്തിൽപ്പെട്ട ക്നാനായക്കാരൻ, അത് നമുക്ക് യേശു ക്രിസ്തു ലേവി ഗോത്രത്തിലാണ് പിറന്നതെന്നുള്ളതിന് യാതൊരു സംശയമില്ല. തെളിവുകളുണ്ട് ബൈബിളിൽ. നമുക്കറിയാമല്ലോ, സക്കറിയ പുരോഹിതന്റെ സഹധർമ്മിണി എലിസബേത്ത് കന്യമറിയാമുമായിട്ട് ചാർച്ചക്കാരിയായിരുന്നു. അപ്പോൾ ലേവി ഗോത്രത്തിലുമായിട്ട് കന്യമറിയാം ആ ലേവി ഗോത്രത്തിൽ പിറന്നവളാണ്. ആ കന്യമറിയാമിന്റെ ഉദരത്തിലാണ് യേശു ജനിച്ചതെങ്കിൽ അത് ജ്ഞാനായ ബന്ധത്തിൽപ്പെട്ട ജ്ഞാനായ രക്തത്തിലാണ് നമ്മൾക്ക് ആ ജനിച്ച കന്യമറിയാമിൽ കൂടി നമ്മൾക്ക് യേശുവുമായിട്ട് രക്തബന്ധമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും അതിനെ ഒരിക്കലും തള്ളിപ്പറയുവാൻ ജ്ഞാനായക്കാർക്ക് കഴിയുകയില്ല. ചരിത്രമുണ്ട്, അതിന് തെളിവുകളുണ്ട്. അതുകൊണ്ട് ജ്ഞാനായ സമുദായ സെക്രട്ടറിയെ ചരിത്രം വികൃതമാക്കുന്നു എന്ന് പറയുന്നവരോട് വീണ്ടും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ നേരിട്ട് വരൂ, എന്നെ ഫോണിൽ വിളിക്കൂ, നമുക്ക് സംവാദിക്കാം. ഈ ഐഡിയിൽ കൂടി കുറെ നുണകൾ എഴുതി വെച്ചാൽ ചരിത്രം ഒരിക്കലും തിരുത്തപ്പെടുകയില്ല എന്ന് അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.